ലോകത്തെ മുൾമുനയിൽ നിർത്തി 4 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിൽ കലാശിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. സാധാരണക്കാരെ കൊലപ്പെടുത്താതെ എങ്ങനെ മറ്റൊരു രാജ്യത്ത് കയറി നാശം വിതയ്ക്കാം എന്നത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഈ പ്രത്യാക്രമണം വഴി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് പോലും ഇത്ര കൃത്യതയാർന്ന ആക്രമണം ഒരു രാജ്യത്തും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയും ചൈനയും നൽകിയ ലോകത്തെ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് പാകിസ്ഥാനിൽ ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളും റഡാർ സംവിധാനങ്ങളും ഉൾപ്പെടെ വ്യാപകമായി തകർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രമല്ല, ഒടുവിൽ പാക് മാധ്യമങ്ങളും ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് അമേരിക്കയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ലോകത്തെ ആയുധ വിപണികളിൽ ഒരു പൊളിച്ചെഴുത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്നാണ് യുദ്ധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിന് മുന്നിൽ ഇത് ആദ്യമായാണ് ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് വെളിവാക്കപ്പെടുന്നത്. ഇത്രയും ശക്തമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയിൽ ആക്റ്റീവ് ആണെന്നത് പാകിസ്ഥാനും ചൈനയും മാത്രമല്ല, അമേരിക്ക പോലും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. അതുപോലെ തന്നെ തങ്ങൾ പാകിസ്ഥാന് നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒന്നിനും ഇന്ത്യൻ ഡ്രോണുകളെയും മിസൈലുകളെയും തടുത്തു നിർത്താൻ കഴിയാതിരുന്നത് ആയുധ വിപണിയിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും വൻ പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാന് തുർക്കി നൽകിയ ആധുനിക ഡ്രോണുകൾ ഇന്ത്യ തവിടുപൊടിയാക്കിയത് തുർക്കിയുടെ ഡ്രോൺ കച്ചവടത്തിനും തിരിച്ചടി തന്നെയാണ്. പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾക്ക് പുറമെ ചൈന നൽകിയ മിസൈലുകളും ഇന്ത്യൻ ആകാശത്ത് വെച്ചു തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ ചൈനയും അമേരിക്കയും നൽകിയ ആധുനിക യുദ്ധ വിമാനങ്ങളും തവിട് പൊടിയായി കഴിഞ്ഞു. ഇതൊന്നും തന്നെ ഒരു കാലത്തും പാകിസ്ഥാനും ചൈനയും മറക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ മിക്കതും അമേരിക്ക നൽകിയ A-16 ആയതിനാൽ ഇന്ത്യ പാക് സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെയും ആവശ്യമായിരുന്നു. ഇന്ത്യൻ മണ്ണ് A-16ന്റെ ശവപ്പറമ്പായി മാറാൻ അമേരിക്കയിലെ ആയുധ ലോബി ആഗ്രഹിച്ചിരുന്നില്ല. അമേരിക്കൻ ആയുധങ്ങൾക്ക് ആയുധ വിപണിയിൽ ഉണ്ടാകാൻ ഇടയുള്ള പ്രഹരം മുന്നിൽ കണ്ട അമേരിക്ക തന്നെയാണ് ഈ സംഘർഷം തുറന്ന യുദ്ധത്തിൽ കലാശിക്കാതിരുന്നതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നത്. മെയ് 10 പുലർച്ചെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന താവളങ്ങൾ ലക്ഷ്യമിട്ട് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളാണ് വിക്ഷേപിച്ചിരുന്നത്. റാവൽപിണ്ടിക്ക് സമീപമുള്ള ചക്ലാലയിലും പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോധയിലുമാണ് ആദ്യ ആക്രമണങ്ങൾ ഉണ്ടായത്. പാകിസ്ഥാൻ സൈന്യത്തിന് തന്ത്രപരമായ വ്യോമയാന ലോജിസ്റ്റിക്സ് മൂല്യമുള്ള 2 ഇൻസ്റ്റാളേഷനുകൾ ഉണ്ട്. ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വഴി ഏജൻസികൾ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അന്ന് വൈകുന്നേരമാണ് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലെ കൂടുതൽ താവളങ്ങളായ ജേക്കബാദ്, ബോളാരി, സ്കാഡു എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളുടെ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ കടുത്ത ജാഗ്രത പാലിക്കുന്നതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇന്ത്യ അടുത്തടുത്തായി പാകിസ്ഥാന്റെ ആണവ കമാൻഡും നിയന്ത്രണ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടേക്കാമെന്ന് കരുതിയ അവർ സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷനുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ഉൾപ്പെടെ റാവൽപാണ്ടയിലെ തന്ത്രപരമായ ഇൻസ്റ്റാളേഷനുകളിൽ സുരക്ഷാ പ്രോട്ടോകോളുകൾ വർദ്ധിപ്പിക്കുകയുണ്ടായി. എങ്കിലും അത് ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അതായത് ഈ മേഖലയിലേക്ക് ഏത് നിമിഷവും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പതിച്ചാൽ ആ നിമിഷം പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകുമായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനമെടുക്കുന്ന നിമിഷം ആ സമയം തന്നെ ഇന്ത്യ അത് തകർക്കുമെന്ന കാര്യം പാക് സൈനിക നേതൃത്വവും തിരിച്ചറിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അമേരിക്കയെ സമീപിച്ചിരുന്നത്. ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സംഘർഷങ്ങൾ വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ ഇരുപക്ഷവുമായും ബന്ധപ്പെടുകയായിരുന്നു. പാകിസ്ഥാന്റെ ആണവ കമാൻഡും നിയന്ത്രണ അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അത് ആ രാജ്യത്തിന് തന്നെ അവസാനമായിരിക്കും. വൈകിയെങ്കിലും ഇത് തിരിച്ചറിയാനുള്ള വിവേകം അമേരിക്കയ്ക്കുണ്ടായി. തുടർന്നാണ് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം സൈനിക തലത്തിൽ നിന്നും വെടിനിർത്തൽ നിർദ്ദേശം പാകിസ്ഥാൻ ആദ്യമായി മുന്നോട്ട് വച്ചത്. പൊതുസമൂഹത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഔദ്യോഗിക സൈനിക ഹോട്ട്ലൈൻ ഉപയോഗിക്കുകയും കൂടുതൽ കാലതാമസമില്ലാതെ സംഘർഷം കുറയ്ക്കുകയും ചെയ്യുക എന്ന ഉറച്ച സന്ദേശമാണ് അമേരിക്ക പാകിസ്ഥാന് നൽകിയിരുന്നത്.
ഇന്ത്യൻ സൈന്യവുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാനും കാലതാമസം ഒഴിവാക്കാനും പാകിസ്ഥാനോട് അമേരിക്ക ആവശ്യപ്പെടുകയുണ്ടായി. മെയ് 10 ഉച്ചകഴിഞ്ഞ് പാകിസ്ഥാന്റെ കൂടുതൽ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി തടയുകയും പ്രത്യാക്രമണം കടുപ്പിക്കുകയും ചെയ്തതോടെ ഇനിയും രക്ഷയില്ലെന്ന് കണ്ട പാകിസ്ഥാന്റെ DGMO ആയ മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ള ഇന്ത്യൻ DGMO ലഫ്റ്റനന്റ് കേണൽ രാജീവ് ഘായെ നേരിട്ട് വിളിച്ചാണ് വെടിനിർത്തലിന് അപേക്ഷിച്ചിരുന്നത്. പാകിസ്ഥാന് അവർ അർഹിച്ചതിലും അധികം പ്രഹരം നൽകിയതിനാലും ഇന്ത്യ ഒരു യുദ്ധക്കൊതിയൻ രാജ്യമല്ലാത്തതിനാലും മാത്രമാണ് വെടിനിർത്തലിന് അനുകൂലമായി ഇന്ത്യ നിലപാട് സ്വീകരിച്ചിരുന്നത്. ഈ വെടിനിർത്തൽ ധാരണ പോലും പാക് സൈന്യത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും വൻ കലാപത്തിനാണ് ഇനി വഴി തുറക്കാൻ പോകുന്നത്. ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ടുകഴിഞ്ഞു. ബലൂചിസ്ഥാൻ എന്ന അവരുടെ ഏറ്റവും വലിയ പ്രദേശത്ത് വിമതഭാഗം സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. അധികം താമസിയാതെ തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹം മൂലം ബലൂചിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം തന്നെ സൃഷ്ടിക്കപ്പെടാനാണ് സാധ്യത. അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യവും വിമത പോരാളികൾക്ക് ഒരുക്കി കൊടുക്കുന്ന ആക്രമണം കൂടിയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പാകിസ്ഥാനിൽ കടന്നുകയറി നടത്തിയിരിക്കുന്നത്.